നമസ്കാരം. കേരള വാർത്ത ഓൺലൈനിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ രേവതി. സംസ്ഥാനം കടമടച്ച് കടം കയറി തകരുന്ന നിലയിലേക്കാണ് പോകുന്നതെന്ന് CAG റിപ്പോർട്ടിലെ മുന്നറിയിപ്പ് ആശങ്കാജനകമാണെന്ന് സാമ്പത്തിക വിദഗ്ധർ. 2023-24 വർഷത്തെ റിപ്പോർട്ടിലാണ് ബഡ്ജറ്റിന് പുറത്തുള്ള കടമെടുപ്പിനെ കുറിച്ചും കടമെടുത്ത ഫണ്ടുകളുടെ വിനിയോഗം സംബന്ധിച്ചും കടമെടുക്കുന്ന ഫണ്ട് മൂലധന സൃഷ്ടിക്കും വികസന പ്രവർത്തനങ്ങൾക്കും ധനസഹായം നൽകുന്നതിനും വേണ്ടി മാതൃകാപരമായി ഉപയോഗിക്കണമെന്നിരിക്കെ സംസ്ഥാന സർക്കാർ കടമെടുത്ത ഫണ്ടുകൾ സാധാരണ ചെലവുകൾക്കും ബാക്കി നിൽക്കുന്ന വായ്പകൾക്കും പലിശ അടയ്ക്കുന്നതിനും ഉപയോഗിക്കുന്ന പ്രവണത ആരോഗ്യകരമായ രീതിയല്ലെന്ന് CAG ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. 2023-24 സംസ്ഥാനം ആകെ കടമെടുത്ത് 2,301,167.92 കോടി രൂപയും 88.45% ഉപയോഗിച്ചിരിക്കുന്നത് മുൻകാല വായ്പകളുടെ തിരിച്ചടവിന് വേണ്ടിയാണ്. മൂലധന ചെലവിനായി ഉപയോഗിച്ചിരിക്കുന്നത് വെറും 5.18%, 13,536 കോടി രൂപ. റവന്യൂ ചെലവുകൾക്കായി 14,072 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. 2019-20 മുതൽ 2023-24 വരെ സർക്കാർ കടമെടുക്കുന്ന തുകയുടെ 83 മുതൽ 88% വരെ മുൻ വായ്പകളുടെ തിരിച്ചടവിനായി വിനിയോഗിക്കുകയാണെന്നും CAG റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഈ കാലയളവിൽ മൂലധന ചെലവ് 5.6% മാത്രമാണ്. 1.5 ലക്ഷം കോടിയോളം രൂപയുടെ പൊതുകടമാണ് സംസ്ഥാനം അടുത്ത 10 വർഷത്തിനുള്ളിൽ തിരിച്ചടക്കേണ്ടത്. അതിൽ തന്നെ 99.82 കോടി 5 വർഷത്തിനുള്ളിൽ അടയ്ക്കേണ്ടതാണെന്നും CAG റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനവും കടവും തമ്മിലുള്ള താരതമ്യം ആശങ്കപ്പെടുത്തുന്നതാണ്. 2023-24 ഇത് 37.84%. അനുപാതം സാമ്പത്തിക ലക്ഷ്യമായ 37.70%-ത്തേക്കാൾ അധികമാണെന്നും അത് സംസ്ഥാനം കടുത്ത കടക്കെണിയിലായതിന്റെ സൂചനയാണെന്നുമാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. 2,42,626.34 കോടി രൂപയെ വർദ്ധിച്ചുവെന്നും 5 വർഷത്തിനുള്ളിൽ 36.20% വർധനവാണ് ഉണ്ടായതെന്നും CAG ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഷൊർണൂർ വന്ദേ ഭാരത് ട്രെയിനിൽ ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥാപനത്തിൽ റെയിൽവേ പോലീസിന്റെ മിന്നൽ പരിശോധന. ഇന്നലെ രാവിലെയാണ് സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ പൊതിച്ചോർ എന്ന പേരിൽ നടത്തുന്ന പരിശോധനയുടെ ഭാഗമായി കൂനത്തറയിലെ സ്ഥാപനത്തിലും പരിശോധന നടത്തിയത്. സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിന് മുന്നിലുള്ള ഹോട്ടലിലാണ് ആദ്യം പരിശോധന നടത്തിയത്. പഴകിയ ഭക്ഷണങ്ങൾ ഒന്നും കണ്ടെത്താനായില്ല. തുടർന്ന് കൂനത്തറയിലെ ഭക്ഷണ വിതരണ സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിലും പഴകിയ ഭക്ഷണം കണ്ടെത്തിയില്ല. ആരോഗ്യ വിഭാഗത്തിന്റെ സാന്നിധ്യത്തിൽ ഷൊർണൂർ റെയിൽവേ SI അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിൽ ആയിരുന്നു പരിശോധന. മുരിങ്ങൂർ ഗതാഗതക്കുരുക്ക് മൂലം പൊറുതിമുട്ടിയ ദേശീയപാതയിൽ മുഖ്യമന്ത്രിയുടെ യാത്ര സുഗമമാക്കാൻ പോലീസ് വാഹനം കുറുകെയിട്ട് ഗതാഗതം തടഞ്ഞതിന് ജനത്തിന് ഇരട്ടി ദുരിതമായി. രാത്രി 8 മണിയോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും കാറിൽ തൃശൂരിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെയാണ് അദ്ദേഹത്തിന് യാത്രാ സൗകര്യമൊരുക്കാൻ ദേശീയപാതയിൽ വാഹനങ്ങൾ തടഞ്ഞിട്ടത്. ചാലക്കുടിയിൽ നിന്ന് അങ്കമാലി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ മുരിങ്ങൂർ മേൽപ്പാലത്തിന് സമീപം കൊരട്ടി പോലീസിന്റെയും ഹൈവേ പോലീസിന്റെയും നേതൃത്വത്തിൽ തടഞ്ഞു. അങ്കമാലിയിൽ നിന്ന് വരുന്ന മറ്റു വാഹനങ്ങൾ റോങ് സൈഡിലൂടെ കടത്തിവിട്ടാണ് മുഖ്യമന്ത്രിക്ക് സൗകര്യമൊരുക്കിയത്. ഇതോടെ ഡിവൈൻ നഗർ മേൽപ്പാതയും പിന്നിട്ട് വാഹനങ്ങളുടെ നിര ചാലക്കുടി പാലം വരെ നീണ്ടു. നേരത്തെ തന്നെ എറണാകുളത്ത് നിന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിൽ ഗതാഗത കുരുക്കുണ്ടായി. ഇന്നു മുതൽ അവധി ദിനങ്ങളായതിനാൽ ദേശീയപാതയിൽ രാത്രി നീണ്ട വാഹന നിരയുണ്ടായിരുന്നു. തൃശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ അത്താണി പൊങ്ങ മേഖലകളിൽ നിന്നു മുതലേ സമാന്തര റോഡുകളിലൂടെ തിരിച്ചുവിടുന്നുണ്ടായിരുന്നു. പോക്കറ്റ് റോഡുകളിൽ നിന്നും ദേശീയപാതയിലേക്ക് വാഹനങ്ങൾ കടക്കുന്നതും ഈ സമയത്ത് വിലക്കി. ഇതിനെ തുടർന്ന് മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കാണ് മുരിങ്ങൂരിൽ അനുഭവപ്പെട്ടത്. ദീർഘദൂര യാത്രക്കാർ ഇതുമൂലം ബുദ്ധിമുട്ട് നേരിടുകയും ചെയ്തു. ഇപ്പോൾ തന്നെ മുരിങ്ങൂർ കടന്ന് പോകാൻ കഴിയുക എന്നത് ബലികേറാം മല കയറും പോലെ എന്നാണ് വാഹന ഉടമകൾ പറയുന്നത്. ശ്രീകൃഷ്ണപുരം ശാരീരിക അസ്വസ്ഥതകളുമായി രാത്രി ആശുപത്രിയിലെത്തിച്ച കാട്ടുകുളം സാമ്പ്രിക്കൽ വൈഷ്ണവിയുടെ മരണത്തിൽ ഭർത്താവ് ദീക്ഷിത് പോലീസ് കസ്റ്റഡിയിലെന്ന സൂചന. വ്യാഴം രാത്രി 12:30-ഓടെയാണ് 26-കാരിയായ വൈഷ്ണവിക്ക് ശാരീരിക അസ്വസ്ഥതയുണ്ടെന്ന് പറഞ്ഞ് ആനമങ്ങാട്ടുള്ള പിതാവിനെ ദീക്ഷിത് വിളിച്ചു വരുത്തിയിരുന്നു. ഉടൻ മാങ്ങോട്ടുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു.
തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് ഇൻക്വസ്റ്റ് നടത്തി. ഇന്നലെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുന്നതായി അറിയിച്ചു. 1.5 വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം. പെരിന്തൽമണ്ണ ആനമങ്ങാട് ചോലയ്ക്കൽ വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെയും ശാന്തയുടെയും മകളാണ് വൈഷ്ണവി. ചെന്നൈ ജീവനക്കാർക്കെതിരെയുള്ള ലൈംഗിക പീഡന പരാതിയിൽ സർവകലാശാല നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപിച്ചു പോണ്ടിച്ചേരി സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തിനിടെ സംഘർഷം. മലയാളികളടക്കമുള്ള വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. പെൺകുട്ടികൾ ഉൾപ്പെടെ വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലെത്തിച്ച പോലീസ് ഇന്നലെ വൈകിട്ടാണ് ചിലരെ വിട്ടയച്ചത്. പുരുഷ വിദ്യാർത്ഥികളെയെല്ലാം മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറുടെ ഓഫീസിന് പുറത്താണ് SFI അടക്കമുള്ള സംഘങ്ങളുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ അണിനിരുന്നത്. കാരക്കൽ ക്യാമ്പസിന്റെ സെന്റർ ഹെഡ് ഡോക്ടർ സി മാധവയ്യയും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് വകുപ്പിലെ ഫാക്കൽറ്റി അംഗം M പ്രവീണും വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറിയെന്നാണ് ആരോപണം. ഇതിൽ ഒരു വിദ്യാർത്ഥിനിയുടെ പീഡന പരാതിയുടെ ശബ്ദ സന്ദേശവും പുറത്തുവന്നു. മാധവയ്യ അനുചിതമായി സന്ദേശങ്ങൾ അയച്ചെന്നും നഗ്നചിത്രങ്ങൾ ആവശ്യപ്പെട്ടതായും വിദ്യാർത്ഥി ആരോപിക്കുന്നു. ചിത്രങ്ങൾ നൽകിയില്ലെങ്കിൽ ഇന്റേണൽ മാർക്ക് കുറയ്ക്കുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നും ആരോപണമുണ്ട്. സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണ സമിതി നടത്തിയ അന്വേഷണവും അനിശ്ചിതമായി വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് വിദ്യാർത്ഥികൾ സംഘടിച്ചത്. പോലീസ് വിദ്യാർത്ഥികളെ അതിക്രൂരമായി മർദ്ദിക്കുന്ന വീഡിയോയും പുറത്തുവന്നു. പ്രതിഷേധിച്ച് 24 വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തു. ഇവരിൽ 6 പേരെ വിട്ടയച്ചെങ്കിലും മറ്റുള്ളവർ രാത്രി വൈകിയും കസ്റ്റഡിയിൽ തുടരുകയാണ്. അതേസമയം വിദ്യാർത്ഥികളുടെ ആരോപണങ്ങൾ സർവകലാശാല തള്ളി. രാഷ്ട്രീയ പ്രേരിതമായ പ്രതിഷേധമാണ് നടത്തുന്നതെന്നും പോലീസിനെ ആക്രമിച്ചതിനാലാണ് വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തതെന്നും അധികൃതർ പറഞ്ഞു. കേരള വാർത്ത ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് എന്നിവ ഫോളോ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക.